ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷാണ്. സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന പാഠഭാഗത്തിൻ്റെ സമ്മറി, മോറൽ ഓഫ് ദി സ്റ്റോറി, അതുപോലെ തന്നെ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദി ഡോക്ടർ. ഇത് മൂന്നുമാണ് ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. ഈ ലെസൻ്റെ ക്വസ്റ്റൻ ആൻസേഴ്സും അതുപോലെ ആക്ടിവിറ്റീസും ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്കായി ലിങ്ക് കമൻറ്റ് സെക്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സമ്മറി നോക്കാം. The Snake and the Mirror is a frightening tale told in a humorous way, written by Vaikom Muhammad Bashir. This is the story of a homeopath who describes one of his unforgettable incidents to his friends. അപ്പോൾ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന് പറയുന്നത് എന്താ? അപ്പോൾ സ്നേക്ക് ആൻഡ് ദ മിറർ ശരിക്കും എങ്ങനെയാണ്, ഒരു പേടിപ്പെടുത്തുന്ന സ്റ്റോറിയാണ് അല്ലേ. ഒരു സ്നേക്കൊക്കെ ഉണ്ട്, പക്ഷേ അത് പറഞ്ഞിരിക്കുന്ന രീതി എങ്ങനെയാണ്, ഒരു ഹ്യൂമറസ് വേ, തമാശ കലർന്ന രീതിയിലാണ് വൈക്കം മുഹമ്മദ് ബഷീർ ഈ ഒരു സ്റ്റോറി എഴുതിയിരിക്കുന്നത്. ദിസ് ഈസ് ദ സ്റ്റോറി ഓഫ് എ ഹോമിയോപ്പത്ത്. അപ്പോൾ ഇതൊരു ഡോക്ടറുടെ കഥയാണല്ലേ. അദ്ദേഹത്തിന് മറക്കാൻ പറ്റാത്ത ഒരു ഇൻസിഡൻറ്റ്, ഒരു സംഭവം അയാളുടെ ഫ്രണ്ട്സിനോട് പറഞ്ഞു കൊടുക്കുന്നതാണ് ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന ഈ സ്റ്റോറി. ദ ഡോക്ടർ ഹാഡ് ബീൻ സ്റ്റേയിങ് ഇൻ എൻ ഓൾഡ് റൂം ഇൻ എ വില്ലേജ്. ഹിസ് ഏർണിങ്സ് വർ വെരി ലെസ്, സോ ഹി സ്റ്റേഡ് ഇൻ ദാറ്റ് ഓൾഡ് റെൻറ്റഡ് റൂം. ദ ഹൗസ് വാസ് നോട്ട് ഇലക്ട്രിഫൈഡ്. ദ റൂം വാസ് ഫുൾ ഓഫ് റാറ്റ്സ്. എന്താണ്, ഡോക്ടർ ഇപ്പോൾ പ്രാക്ടീസ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അയാൾ വില്ലേജിൽ, ഒരു ഗ്രാമത്തിലെ ചെറിയൊരു റൂമിലാണ് താമസിച്ചിരുന്നത്. ആ വീട്ടിൽ കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. അയാളുടെ ഏർണിങ്സ് എന്ന് പറഞ്ഞാൽ, അയാളുടെ വരുമാനം എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ എന്താണ്, ആ റൂമിൽ മുഴുവൻ റാറ്റ്സ്, എലികളും ഉണ്ടായിരുന്നു. On a hot summer night, the doctor watched his room after finishing his meal. On a hot summer night, the doctor reached his room after finishing his meal. ഒരു രാത്രി അദ്ദേഹം പതിവ് പോലെ ഒരു ചൂടുള്ള ഒരു രാത്രി അദ്ദേഹം അയാളുടെ റൂമിലേക്ക് തിരിച്ചു വരികയാണ് അല്ലേ. അദ്ദേഹം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് റൂമിലേക്ക് തിരിച്ചു വരികയാണ്. ഹി ഹേർഡ് എ ഫെമിലിയർ നോയ്സ് ഫ്രം എബവ് ആസ് ഹി ഓപ്പൺ ദ ഡോർ. അപ്പോൾ ഡോറ് തുറക്കുന്നതോടുകൂടി സ്ഥിരം കേൾക്കാറുള്ള, ഫെമിലിയർ എന്ന് പറഞ്ഞാൽ എന്താ, പരിചിതമായ ഒരു ശബ്ദം ആ ഡോക്ടർ കേട്ടു. As he could not sleep, he sat down on the chair and started reading the books. The materia modica at the table on which stood the lamp and the large mirror. അപ്പോൾ കുറേ നോക്കിയിട്ടും അദ്ദേഹത്തിന് ഉറങ്ങാൻ പറ്റിയില്ല അല്ലേ. അപ്പോൾ അദ്ദേഹം ആ കസേരയുടെ മുകളിൽ അദ്ദേഹം ബുക്സ് വായിച്ചു തുടങ്ങി. അപ്പോൾ അതേ ടേബിളിൻ്റെ മുകളിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു, ഒരു ലാമ്പും ഒരു മിററും, ഒരു വലിയ മിററും ഒരു കണ്ണാടിയും ഉണ്ടായിരുന്നു. He felt tempted and took a look into the mirror. അപ്പോൾ മിറർ കണ്ടപ്പോൾ എന്താണ്, അദ്ദേഹത്തിന് ആ മിററിലേക്ക് നോക്കാനൊരു ടെംപ്റ്റേഷൻ തോന്നി. He began to admire his handsomeness. He had many youthful thoughts and decided to grow a thin mustache and to have an attractive smile on his face. അപ്പോൾ ആ കണ്ണാടിയിലേക്ക് നോക്കിയപ്പോൾ എന്താണ്, അദ്ദേഹത്തിൻ്റെ ഭംഗി കണ്ടപ്പോൾ അദ്ദേഹം വളരെ ഹാൻസം ആണെന്ന് തോന്നി അല്ലേ. അപ്പോൾ എപ്പോഴും ഒരു ചിരി മുഖത്ത് ഫിറ്റ് ചെയ്യണം, അതുപോലെ തന്നെ എന്താണ്, ഒരു മോസ്റ്റാഷ്, മീശയും വളർത്തണം എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ പല പ്ലാൻസും ഉണ്ട് അല്ലേ. ഒരു ഫാറ്റായിട്ടൊരു ലേഡീനെ കല്യാണം കഴിക്കണം, ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു ലേഡീനെ കല്യാണം കഴിക്കണം എന്നൊക്കെ പല പ്ലാൻസും അയാൾക്ക് ഉണ്ടായിരുന്നു. Suddenly there was a noise of a rubber tube fallen to the ground. No sooner did he turn than a snake wriggled over the back of the chair and landed on his shoulder. അപ്പോൾ പെട്ടെന്നൊരു റബ്ബർ ട്യൂബ് നിലത്ത് വീഴുന്നത് പോലെ ഒരു ശബ്ദം കേട്ടു. അപ്പോൾ അദ്ദേഹം ആ ഒരു ശബ്ദം കേട്ട് തിരിച്ചു നോക്കുമ്പോഴേക്കും എന്താണ്, ആ ചെയറിൻ്റെ മുകളിലേക്ക് ഒരു പാമ്പ് വന്നു അല്ലേ. ആ പാമ്പ് അദ്ദേഹത്തിൻ്റെ കൈയിൻ്റെ മുകളിൽ, അദ്ദേഹത്തിൻ്റെ ഷോൾഡറിൻ്റെ മുകളിൽ വന്നിരുന്നു. Soon the snake coiled on his left arm. അത് അയാളുടെ ലെഫ്റ്റ് ആമിൻ്റെ മുകളിൽ, ഇടത്തെ കൈയിൻ്റെ മുകളിൽ അങ്ങനെ കോയിൽ ചെയ്ത് ചുറ്റിയിരുന്നു. The snake was merely inches away from his face. അയാളുടെ മുഖത്തിൻ്റെ അടുത്തുനിന്ന് ഇഞ്ചുകൾ മാത്രം ദൂരമേ ആ ഒരു പാമ്പ്, ഒരു ഇഞ്ചുകൾ ദൂരത്താണ് ആ പാമ്പ് ഇരുന്നിരുന്നത്. As a consequence, the doctor went into a deep shock and almost turned to a stone. എന്താണ്, പെട്ടെന്ന് അദ്ദേഹം തീരെ പ്രതീക്ഷിച്ചില്ല. അദ്ദേഹം വിചാരിച്ച എന്താണ്, റാറ്റ്സ് ആണ് ആ ശബ്ദം ഉണ്ടാക്കുന്നത്, റാറ്റ്സ് ആയിരിക്കാൻ നിലത്ത് വീഴുന്നതെന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത്. പക്ഷേ വന്നത് എന്താണ്, പാമ്പാണ്. അപ്പോൾ തീരെ എക്സ്പെക്റ്റ് ചെയ്യാത്ത ആ പാമ്പിനെ കണ്ടതോടുകൂടി അദ്ദേഹം ഒരു ഷോക്കിലായി അല്ലേ. മുഖത്തിൻ്റെ തൊട്ടടുത്താണ് ആ പാമ്പ് നിൽക്കുന്നത്. ഇനി എന്താണ് ചെയ്യേണ്ടതെന്നൊന്നും അദ്ദേഹത്തിന് യാതൊരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. At this moment he felt the presence of God and realized that God might
ഹാഡ് നോട്ട് ലൈക്ഡ് ഹിസ് വേർഡ്സ്. അപ്പോൾ ആ ഒരു സമയത്ത് എന്താണ് അദ്ദേഹത്തിന് ഈശ്വരൻ്റെ സാന്നിധ്യം തോന്നി. അയാളുടെ ഭംഗിയിൽ അങ്ങനെ മതിമറന്ന് പല കാര്യങ്ങളും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊന്നും ഈശ്വരനെ ഇഷ്ടപ്പെട്ടില്ലായിരിക്കാമെന്ന് അയാൾക്ക് തോന്നി. At the same moment the snake left the doctor and moved towards the mirror. അതേ സമയത്ത് തന്നെ എന്താണ് സ്നേക്ക് ആ ഡോക്ടറുടെ അടുത്ത് നിന്ന് ആ മിററിൻ്റെ അടുത്തേക്ക് ആ ഒരു കണ്ണാടിയുടെ അടുത്തേക്ക് ഇഴഞ്ഞു നീങ്ങി. As the snake observed itself in its reflection, it was filled with admiration for its own beauty. അപ്പോൾ എന്താണ് സ്നേക്ക് ആ കണ്ണാടിയിൽ നോക്കിയിട്ട് സ്നേക്ക് ഇങ്ങനെ നോക്കുകയാണല്ലേ ആ കണ്ണാടിയിൽ. അപ്പോൾ ഇയാൾക്ക് തോന്നുകയാണ് സ്നേക്കും അയാളെ പോലെ ആ സ്നേക്കിൻ്റെ സൗന്ദര്യം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ മിററിലെന്ന് അയാൾക്ക് തോന്നിപ്പോയി. Seeing this, the doctor silently escaped from his room and ran until he reached a friend's house. അപ്പോൾ ഇത് കണ്ടതും പെട്ടെന്ന് ഡോക്ടർ മെല്ലെ ആ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ എണീറ്റിട്ട് ആ റൂമിൽ നിന്ന് ഓടി അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയി. The next morning he returned to his room to find that all his belongings except the dirty vest hanging on his room's hanger had been robbed. The next morning he returned to his room. പിറ്റേ ദിവസമായപ്പോൾ എന്താണ് അയാളുടെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. To find that all his belongings, അപ്പോൾ അദ്ദേഹം എന്താ കണ്ടത്? all his belongings, അദ്ദേഹത്തിൻ്റെ ഒരു സ്യൂട്ട് കേസും മറ്റു സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നല്ലേ. അപ്പോൾ അതെല്ലാം മോഷണം പോയിരിക്കുന്നു. except the dirty vest hanging on his room's hanger had been robbed. അദ്ദേഹത്തിൻ്റെ ആ ഒരു മുഷിഞ്ഞ അടിവസ്ത്രമല്ലാതെ ബാക്കി എല്ലാ സാധനങ്ങളും ഏതോ ഒരു കള്ളൻ കൊണ്ടുപോയിരിക്കുന്നെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ ഇതാണ് ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന പാഠഭാഗത്തിൻ്റെ സമ്മറി വരുന്നത്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ മോറൽ നോക്കാം. The moral of the story is that one should not be proud of one's looks, beauty, achievements and strength. എന്താണ് മോറൽ? ഒരാൾ ഒരിക്കലും ഒരാളുടെ ലുക്സ് അല്ലെ അയാളുടെ അപ്പിയറൻസ്, അയാളുടെ ഭംഗി, അല്ലെങ്കിൽ എന്തെങ്കിലും അച്ചീവ്മെൻറ്റ്സ് എന്തെങ്കിലുമൊക്കെ നേടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അയാളുടെ ബലം, ഇതിൻ്റെ മുകളിലൊന്നും ഒരിക്കലും ഒരാൾക്ക് അഹങ്കാരം തോന്നരുത്. It is a moment of fear that a person realizes his actual worth and the useless worldly pleasures. അപ്പോൾ എന്താണ് നമ്മളെ പേടിപ്പെടുത്തുന്ന ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിലാണ് നമുക്ക് എന്ത് മനസ്സിലാവുന്നത്? നമ്മൾ ശരിക്കും ഇത്ര മാത്രമേ ഉള്ളൂ അല്ലേ, ഇത്രത്തോളം മാത്രമേ നമ്മളേ ഉള്ളൂ ഈ ലോകത്തിൽ എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ നമ്മൾ അതുവരെ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന പല കാര്യങ്ങളും ഒന്നുമല്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നതും. In the story, the doctor was boasting himself of his education and good looks, but as soon as he encountered the ferocious snake, he realized that how his life could end within minutes. അപ്പോൾ ഈ സ്റ്റോറിയിൽ ഡോക്ടർ അയാളൊരു ഡോക്ടറാണ്, പിന്നെ അയാളെ കാണാൻ നല്ല ഭംഗിയുണ്ട് അതൊക്കെ പറഞ്ഞിട്ട് അയാൾ അഹങ്കരിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു സ്നേക്ക് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്നതോടുകൂടി അല്ലേ, 1 മിനിറ്റിലോ 2 മിനിറ്റിലോ അയാൾ തന്നെ ഇല്ലാതായേക്കാം, അയാളുടെ ജീവൻ തന്നെ ഇല്ലാതായേക്കാം. അപ്പോൾ ലുക്സിലോ എഡ്യൂക്കേഷനിലോ പവറിലോ ഒന്നും യാതൊരു കാര്യമില്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ അതാണ് മോറൽ ഓഫ് ദി സ്റ്റോറി വരുന്നത്. നെക്സ്റ്റ് വരുന്നത് എന്താണ്? ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദി ഡോക്ടറാണ്, നോക്കാം. ദ ഡോക്ടർ ഈസ് ദ മെയിൻ ക്യാരക്ടർ ഓഫ് ദ സ്റ്റോറി. ഈ സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്ന ആരാണ്? ഡോക്ടറാണ്. ഹി പ്രാക്ടീസസ് ഹോമിയോപ്പത്ത് ആൻഡ് ഹി ഈസ് ഒബ്സസ്ഡ് വിത്ത് ഹിസ് ഓൺ ലുക്സ്. അദ്ദേഹം ഒരു ഹോമിയോപ്പത്താണ്. അതുപോലെ തന്നെ എന്താണ്, അദ്ദേഹത്തിൻ്റെ ഭംഗിയിൽ വളരെയധികം ഒബ്സസ്ഡ് ആണ്, ആകൃഷ്ടനാണ് എന്നാണ് പറയുന്നത്. ഈസ് ഓൾസോ പ്രൗഡ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ഹീ ഈസ് എ ഡോക്ടർ. അതുപോലെ തന്നെ അദ്ദേഹം ഒരു ഡോക്ടർ ആയതിൽ അയാൾക്ക് വളരെയധികം അഭിമാനമുണ്ട്. He appears to be a man full of vanity as we see him looking into the mirror and admiring his own looks. Vanity എന്ന് പറഞ്ഞാൽ എന്താണ്? പൊങ്ങച്ചം അല്ലേ. അപ്പോൾ അയാളൊരു പൊങ്ങച്ചക്കാരനാണ്. കാരണം ആ മിറർ നോക്കിയിട്ട് അയാളുടെ ലുക്സിനെ തന്നെ അഡ്മയർ ചെയ്യുന്നുണ്ട്, പ്രശംസിക്കുന്നുണ്ട്. ബട്ട് ലൈക്ക് എനി അതർ നോർമൽ മാൻ ഹീ സ്കെയർഡ് ഓഫ് സ്നേക്സ്. പക്ഷെ എന്താണ്, സാധാരണ ഒരു മനുഷ്യൻ്റെ പോലെ തന്നെ അയാൾക്ക് പാമ്പുകളെ പേടിയുണ്ട്. When he sees a snake at just 4 inches from his snake, he is too scared to move. അദ്ദേഹത്തിൻ്റെ മുഖത്തിൻ്റെ അടുത്തുനിന്ന് ഒരു 4 ഇഞ്ച് വ്യത്യാസത്തിൽ ആ ഒരു പാമ്പ് വന്നപ്പോൾ ഒന്ന് നീങ്ങാൻ പോലും അദ്ദേഹത്തിന് പേടിയായിരുന്നു. Eventually, he realizes that he is just a mere human being and that there is nothing that makes him superior. അപ്പോൾ ക്രമേണ അദ്ദേഹത്തിന് എന്ത് മനസ്സിലാവുന്നു? അദ്ദേഹം സാധാരണ ഒരു മനുഷ്യൻ മാത്രമാണല്ലേ, അല്ലാണ്ട് മറ്റുള്ളവരെക്കാളും മുന്നിലായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ
മറ്റുള്ളവരെക്കാളും കൂടുതലെന്ന് പറയാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒന്നുമില്ലാന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് വരുന്നത്, ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദി ഡോക്ടർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ലെസൻ്റെ സമ്മറിയും മോറലും അതുപോലെ തന്നെ ക്യാരക്ടർ സ്കെച്ചും വരുന്നത്. ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക്